ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം ചതുർത്ഥ സ്കന്ധത്തിൽ രണ്ടാമത്തെ പ്രകരണമായിട്ട് വരിക ധ്രുവചരിതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ അർത്ഥം എന്ന നിലയ്ക്കാണ് ധ്രുവചരിതം പറയാറ്. അവിടെ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദികളും നാരദനും യതി, ഋഭു, ഹംസൻ, ആരുണി ഇവരൊക്കെ ഗൃഹസ്ഥന്മാരാവാതെ കണ്ട് തീവ്ര പരിവ്രാജകന്മാരായിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം ഈ സൃഷ്ടി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവ്സ് കുറേ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അധർമ്മ സൃഷ്ടി ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിൽ ഈ അധർമ്മൻ്റെ ഭാര്യ മൃഷ, അവർ ഇരട്ടകളാണ്, അധർമ്മനും മൃഷയും. അപ്പോൾ അവർ വിവാഹം കഴിച്ചു. അതിൽ കുട്ടികളുണ്ടായി 2 പേര്, അതും ഇരട്ടകളാണ്, ദംഭൻ, മായ. അവരെ നിരൃതി ഭഗവാൻ, അത് വിഷ്ണു തന്നെയാണ് സ്വതേ നിരൃതി കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ആ ഭാഗം കാത്തു രക്ഷിക്കുന്നത് അഷ്ടദിക്പാലകന്മാരിൽ വിധിക്ക് എന്ന നിലയ്ക്ക് ഈ നിരൃതി ഭഗവാനാണ് നമ്മളെ രക്ഷിക്കുന്നത്. ആ നിരൃതി ഈ ദംഭൻ, മായ ഇവരെ ദത്തെടുത്തു. അവർ വിവാഹം കഴിച്ച അതിൽ 2 കുട്ടികളുണ്ടായി. അത് ലോഭവും നികൃതിയും, അങ്ങനെ 2 പേരാണ് അതിലുണ്ടായത്. അവർ ഇരട്ടകളാണ്, അവർ വിവാഹം കഴിച്ചു. ഇപ്പോൾ ഈ ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള വിവാഹം. അതിലുണ്ടായ കുട്ടികളാണ് ക്രോധം, ഹിംസ. ആ ക്രോധം, ഹിംസ അവർ വിവാഹം കഴിച്ചു. അതിൽ കലി, ദുരുക്തി, അങ്ങനെ 2 പേര്. കലി, ദുരുക്തിക്ക് ഭയൻ, മൃത്യു എന്ന് 2 ഇരട്ടകൾ. അവർ വിവാഹം കഴിച്ചു. യാതന, നിരയം, നരകം, ഇങ്ങനെ ഒരു 6-7 പരമ്പര ഇതിൽ പറയണം. അപ്പോൾ ഈ ഇരട്ടകളായിട്ട് ഇങ്ങനെ ജനിക്കുക, എന്നിട്ട് അവർ തമ്മിൽ വിവാഹം കഴിക്കുക, അത് തെറ്റാണ് എന്നുള്ളത് പറയാൻ, അതിൻ്റെ പരിണതഫലം വളരെ മോശമാണ്, നരകം തന്നെയാവും ഫലം എന്നും അവിടെ പറഞ്ഞു. പക്ഷേ നമുക്ക് യജ്ഞം, ദക്ഷിണ, സ്വയംഭുവൻ, ശതരൂപ, പൃഥു, അർച്ചിസ് ഇവരൊക്കെ ഇരട്ടകളാണ്. അവരൊക്കെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. അത് ലക്ഷ്മി, വിഷ്ണുവാണ്. അവിടെ ഇത് ബാധിക്കില്ല. കാരണം അത് ഭഗവാൻ അവരുടെ ഈ ഇച്ഛയ്ക്കനുസരിച്ച് ചെയ്യുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഇത് വളരെ മോശമായിട്ട് പരിണതഫലം സംഭവിക്കും എന്നാണ്. അപ്പോൾ ഈ കഥ ആരാണോ കേൾക്കുന്നത് അവർക്ക് സൽബുദ്ധി ഉണ്ടാവുന്ന, ചീത്ത കാര്യങ്ങൾ ചെയ്യണ്ട എന്നങ്ങോട്ട് തോന്നും, അതാണ്. പിന്നീട് കഥ പറയണു സ്വയംഭവമനുവിൻ്റെ വംശം. അതിൽ ആദ്യം പറയണത് ഈ പുത്രൻ എന്നുള്ളതിലേക്ക് ഉത്താനപാദൻ്റെ കഥയാണ്. സ്വയംഭവമനു, ശതരൂപ, അവർക്ക് പ്രിയവ്രതൻ, ഉത്താനപാദൻ, പിന്നെ ആകൂതി, ദേവഹൂതി, പ്രസൂതി. ദേവഹൂതിയുടെ കഥ നമ്മൾ പറഞ്ഞു. പ്രസൂതിയുടെ കഥ, അപ്പോൾ ഈ ദക്ഷൻ്റെ കഥ, അപ്പോൾ അതിലത് പറഞ്ഞു. ഇനി ആകൂതി എന്നുള്ളത് രുചി പ്രജാപതി, അപ്പോൾ അതും പറഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ, പെൺകുട്ടികളുടെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. ഇനി ഉത്താനപാദൻ്റെ കാര്യമാണ് ആദ്യം പറയണത്. പ്രിയവ്രതൻ്റെ പഞ്ചമസ്കന്ധത്തിലാണ് പറയണത്. ഉത്താനപാദന് 2 പത്നിമാർ, കഥ എല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്. സുനീതി, സുരുചി, 2 പത്നിമാർ. സുനീതി സാത്വികയാണ്. സുനീതിയിലാണ് ധ്രുവൻ ഉണ്ടായത്. ആ ധ്രുവൻ്റെ സാത്വിക ഗുണത്തിനുള്ള കാരണം തന്നെ സുനീതിയാണ്. രണ്ടാമത്തെ ഭാര്യ സുരുചി, അതിലാണ് ഉത്തമൻ ഉണ്ടായത്. സുന്ദരിയാണ്, പക്ഷേ സ്വഭാവം വളരെ മോശം. സ്വാർത്ഥം ആണ് പ്രധാനം, കുറച്ച് തിന്മയുണ്ട്. അപ്പോൾ പിന്നെ തമോ ഗുണമായി, രജോ ഗുണമായി. ഉത്തമൻ ആദ്യമേ തന്നെ മരിച്ചു. അതേപോലെ തന്നെ സുരുചി ആ കാട്ടുതീയിൽ പെട്ട് മരിച്ചു. ഇങ്ങനെയൊക്കെ കഥയുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണു, നന്മയുടെ ഫലം എന്ത്, ഇതൊക്കെ ഈ കഥയിൽ നമുക്ക് കിട്ടും. ഇതൊരു ലൗകിക കഥ പോലെയാണ് ഇവിടെ അവതരിപ്പിച്ചെന്ന്. 2 പത്നിമാർ, 2 പേർക്ക് ഓരോ കുട്ടികൾ. അതിൽ സുനീതിക്കാണ് ധ്രുവൻ ആദ്യമുണ്ടായത്. പിന്നെ രണ്ടാമതാണ് സുരുചിക്ക് ഉത്തമൻ.
ഉണ്ടായത്. രണ്ടുപേർക്കും ഏറെക്കുറെ പ്രായം തുല്യമാണ്. ഒരു 5 വയസ്സായിട്ടുള്ള പ്രായത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഒരിക്കൽ ഈ അനുജനായിട്ടുള്ള ഉത്തമൻ ഉത്താനപാദൻ്റെ അല്ലെങ്കിൽ മറ്റേ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം. അത് കണ്ടു. അപ്പോൾ ധ്രുവനും തോന്നി അച്ഛൻ്റെ മടിയിലൊന്ന് കയറണമെന്ന്. അപ്പോൾ അവിടെ ചെന്നു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അമ്മ സുരുചി വരണത്. ഉത്തമൻ്റെ അമ്മയായിട്ടുള്ള സുരുചി വരുന്നു. അതിനെ തടുത്തു. രാജാവിനോടല്ല പറഞ്ഞത്, ധ്രുവനോടാണ് പറഞ്ഞത്. ധ്രുവ, നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറാൻ അധികാരമില്ല. അച്ഛൻ്റെ മടിയിൽ കയറാമെന്നല്ല, രാജാവിൻ്റെ മടിയിൽ കയറാൻ അധികാരമില്ല. അതിന് മോഹമുണ്ടെങ്കിൽ പ്രധാന പത്നിയായിട്ടുള്ള എൻ്റെ മകനായിട്ട് ജനിക്കണം എന്നാണ്. ഇവിടെ പ്രധാന പത്നി അല്ല സുരുചി. അപ്പോൾ കളവ് പറഞ്ഞു. പിന്നെ സ്വതേ അധികാരമില്ല, ഉത്തമന് ഒട്ടും അധികാരമില്ല, സുരുചിക്ക് അധികാരമില്ല. അപ്പോൾ ഉണ്ട് എന്ന് സ്വയമേവ അങ്ങോട്ട് നിശ്ചയിച്ചു, അതങ്ങോട്ട് നടപ്പിലാക്കുക. അപ്പോൾ അത് കളവാ. എൻ്റെ മകനായിട്ട് നീ ജനിച്ചോളൂ, എന്നാൽ നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറാം, രാജാവിൻ്റെ മടിയിൽ കയറാം. രാജാധികാരമില്ലാതെ കണ്ട് രാജാവിൻ്റെ മടിയിൽ മക്കളായാലും കയറിയിരിക്കാൻ പാടില്ല. നിയമം അങ്ങനെയാണ്. അത് സത്യമാണ്. ഇനി അങ്ങനെ നിനക്ക് മോഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഈ ശരീരത്തെ ഉപേക്ഷിച്ച് വെച്ചാൽ അതിൻ്റെ മുന്നേയായിട്ട് തപസ്സൊക്കെ ചെയ്ത് എൻ്റെ മകനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അങ്ങനെ വന്നു വെച്ചാൽ അപ്പോൾ കയറിയിരിക്കാം, ഇപ്പോൾ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ രാജാവ് എന്തെങ്കിലും പറയണ്ടേ? രാജാവ് സുരുചിയെ മുടക്കുകയും വേണം, അതേപോലെ ഉണ്ണിയെ മടിയിൽ കയറ്റി ഇരുത്തുകയും വേണം. എന്നിട്ട് ആ വ്യത്യാസത്തെ പറഞ്ഞു കൊടുക്കണം. അത് രാജാവ് ചെയ്തില്ല. അപ്പോൾ ധ്രുവന് വലിയ സങ്കടമായി. ഇവിടെ കുറച്ചൊരു സൗന്ദര്യമാണ് പ്രശ്നം. ആ സൗന്ദര്യം കൊണ്ട് അതിൽ ഒരു അടിമ ഭാവം വന്നു രാജാവിന്. ഉത്താനപാദം എന്ന പാദം മുകളിലായിട്ട് എന്താ ചെയ്യുക? അപ്പോൾ അതൊക്കെ പ്രശ്നമായി. ധ്രുവൻ നേരെ കുറച്ച് കരഞ്ഞുകൊണ്ട് സുനീതി അമ്മയുടെ അടുത്തെത്തി. അപ്പോൾ എന്തിനാ ഉണ്ണി കരയണമെന്നായി. വേഗം മടിയിൽ കയറി ഇരുന്നു. കാര്യങ്ങളൊക്കെ ദാസിമാർ പറഞ്ഞു, അല്ലാണ്ട് ധ്രുവനല്ല പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, കുറച്ച് കഷ്ടമായില്ലോ കാര്യം. എനിക്കാച്ച ഒന്നും ചെയ്യാനും പറ്റില്ല. പക്ഷേ സുനീതി പാതിവ്രത്യമുള്ള ആളായതുകൊണ്ട് ഈ ഉത്താനപാദനെ ഒട്ടും നിന്ദിച്ച് പറയുകയോ അല്ലെങ്കിൽ ഇകഴ്ത്തി പറയുകയോ ഉണ്ടായില്ല. ഇത് ഉണ്ണി നമ്മുടെ കർമ്മഫലമാണ്. കാരണം നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അധികാരമില്ലാണ്ട് വരാനുള്ള കാരണം എൻ്റെ സൗന്ദര്യമില്ലായ്മയാണ്. എന്നെ രാജാവിന് അത്രയ്ക്കേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ രാജാവിന് ഇഷ്ടമല്ലാത്ത കാരണം, അല്ലെങ്കിൽ എന്നേക്കാൾ സൗന്ദര്യം ഉണ്ട് അത്രയേ ഉള്ളൂ സുരുചിക്ക്, അതുകൊണ്ട് ഇഷ്ടമായി അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മകനായതാണ് നിൻ്റെ കുറ്റം. അപ്പോൾ അതിനെ നമുക്ക് പരിഹരിക്കാം. എൻ്റെ സ്തന്യം കുടിച്ചു, അതുകൊണ്ട് നിനക്ക് ദോഷമായി. രാജാവിന് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ മകനായതുകൊണ്ട് നിനക്ക് ദോഷമായി. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമുണ്ട്. എന്താ പരിഹാരം? നീ ഭഗവാനെ നല്ലോണം ഭജിക്കൂ, തപസ് ചെയ്യൂ. ഭഗവാൻ എല്ലാം നേരെയാക്കി തരണം. കാരണം ഭഗവാൻ എല്ലാം അറിയുന്നയാളാണ്. ആവശ്യം പറഞ്ഞാലല്ലേ അനുഗ്രഹിക്കുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്നും ഭഗവാനെ ഭജിച്ചോളൂ കേട്ടോ, ഹരി ഒക്കെ നേരെയാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് സുനീതി ഇപ്പം മകനോടുള്ള വാത്സല്യം ഇങ്ങനെ കണ്ടേ. സുനീതി വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരാളാണ് മകൻ എന്നൊന്നും വിചാരിക്കണ്ടായില്ല. സുനീതി കേൾക്കാൻ വേണ്ടിയിട്ട് മകൻ പറഞ്ഞു, ധ്രുവൻ പറഞ്ഞു, അതേ ഞാൻ തപസ്സിന് പോവുകയാണ്. ഈ സുനീതി അത് കേട്ടപ്പോൾ സാധാരണ കുട്ടികൾ പറയുന്ന ചില വാശി അത്രയല്ലേ നിരീച്ചുള്ളൂ. അപ്പോൾ സുനീതി പറഞ്ഞു, ഈ മനുവായത് ബ്രഹ്മാവായത് ഒക്കെ ഭഗവാനെ തപസ് ചെയ്തപ്പോഴാണ്. ഭഗവാനെ തപസ് ചെയ്താൽ ഈ സംസാരത്തിൽ ഒരു ദുഃഖം ഉണ്ടാവില്ല, സംസാര ദുഃഖം ഉണ്ടാവില്ല. അപ്പോൾ തപസ്സാണ് ഏറ്റവും നല്ലത് എന്ന് ആ ഉണ്ണി കേൾക്കാൻ തന്നെയാണ് പറഞ്ഞതൊക്കെ. തപസ്സിൻ്റെ വഴികളൊന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പം എങ്ങനെയാണ് വേണ്ടത്? മനസ്സ് ശുദ്ധമാക്കാനാണ് തപസ് ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാൻ മാത്രം ഒരാളുടെ മനസ്സിൽ ഉണ്ടായാൽ എല്ലാ ദുഃഖവും തീരും. ഇതൊക്കെ എല്ലാ ഗുരുക്കന്മാരും പറയണതാണ്. കാരണം ലക്ഷ്മിയെ ഭജിക്കുന്ന അനവധി ആൾക്കാരുണ്ട്. ആ ലക്ഷ്മി ഭഗവാങ്കിൽ നിന്നാണ് ഈ ഭക്തന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പോലും ഭഗവാനെ ഭജിക്കുകയാണ്. ആ നിലയ്ക്ക് എല്ലാവരും ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.
സുനീതി ഈ പറഞ്ഞത് നല്ലോണം കേട്ടു. ധ്രുവൻ: അതെ അമ്മ, എന്നാൽ ശരി, ഞാൻ എന്താ പോവാണ്. നല്ലോണം ഭജിച്ച് കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരെയാവും എന്നുള്ളത് ഉറപ്പായി. കാരണം അമ്മയുടെ വാക്ക് അത്ര സത്യ. ധ്രുവൻ അമ്മയെ വലിയ വിശ്വാസമാണ്. വേഗം അമ്മയെ പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ചു. ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് കൊട്ടാരം വിട്ടു. അപ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയമാണ്, അമ്മയുടെ അനുഗ്രഹമുണ്ട്, ഈ കാര്യം നേടിയെടുക്കും എന്നുള്ള ഒരു രജോ ഗുണം അതുണ്ട്. ഇപ്പോൾ അങ്ങനെ കാട്ടിലേക്ക് പോവുക. പിന്നെ കാട്ടിലേക്ക് പോയി. പോണ വഴിക്ക് നാരദൻ ഈ കാര്യം അറിഞ്ഞു. ഭഗവാന്റെ നിർദ്ദേശം കൂടി ഉണ്ടാവുമെന്നാണ് തോന്നണം. നാരദൻ അവിടെ എത്തി. ഉണ്ണിയെ കണ്ടു. ജാതകം വായിച്ചു. ഇവരൊക്കെ നോക്കുകയേ വേണ്ടേ. അപ്പോൾ ആളെ കിട്ടി. ഓ, ക്ഷത്രിയരുടെ ഒരു ദുരഭിമാനേ. ഇവിടെ ഇപ്പോൾ ദുരഭിമാനമല്ല കേട്ടോ, നല്ല അഭിമാനമാണ്. എന്തായാലും അത് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നുള്ളത് മനസ്സിലായി. കുട്ടിയാണെച്ചാലും അഭിമാനം വിട്ടിട്ടില്ല, ദുർവാക്ക് സഹിക്കില്ല. അപ്പോൾ നേരിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം ധ്രുവൻ്റെ അടുത്ത് ചെന്നു. മുമ്പിലാണ് ചെന്ന് നിന്നു. എന്നിട്ട് ധ്രുവൻ്റെ നമസ്കാരമൊക്കെ സ്വീകരിച്ചതിൻ്റെ ശേഷം തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു. ഉണ്ണി, നീ ചെറിയ കുട്ടിയല്ലേ, എന്തിനാ അങ്ങനെ മാനാവമാനം കണക്കാക്കണത്? ചെറിയമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ചെറിയമ്മയോട് എന്തിനാ വിരോധിക്കണം? നിൻ്റെ മനസ്സിൻ്റെ കാരണം ഇപ്പോൾ ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ദുഃഖമല്ലേ? ഇതിൻ്റെ കാരണം എന്താ? മനസ്സല്ലേ? കർമ്മഫലം കൊണ്ടാണെന്ന് അമ്മ പറയുകയും ചെയ്തില്ലേ? അപ്പോൾ ഈശ്വര നിശ്ചയമാണ് എന്നറിഞ്ഞ് അതിന് വഴങ്ങി കൊടുക്കുകയല്ലേ വേണ്ടത്? ഈ സുഖവും ദുഃഖവും കിട്ടുന്നത് അതിനൊക്കെ അങ്ങനെ ആവലാതി പറയുക, അത് സ്വതേ ശരിയല്ലാതെ. അമ്മ പറഞ്ഞ വഴിയാണ് ഏറ്റവും നല്ലത്. തപസ് ചെയ്യുക, ഭഗവാനെ ആരാധിക്കുക, അതാണ് വേണ്ടത്. ഉണ്ണിപ്പോൾ എവിടേക്കാണ് പോകണം? തപസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ മഹാഋഷികളൊക്കെ തപസ് ചെയ്യുന്ന പോലെ കാട്ടിലേക്ക് ഇങ്ങനെ ഓടി പോകുന്നത് എന്താ കാര്യം? അതൊന്നും ചെറിയ കുട്ടികൾക്ക് പറ്റിയ പണിയല്ല. തപസ്സിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഋഷിമാർ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ അവർ ചില അഷ്ടാംഗയോഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ഈ ഭഗവാനെ വേണ്ട രീതിയിൽ അറിയാൻ യഥാർത്ഥത്തിലുള്ള തപസ് അതൊക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് വാശിയൊന്നും വേണ്ട, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. പ്രായമാവട്ടെ, അപ്പം ഞാനും അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തുതരാം. ഇപ്പം എന്തായാലും തപസ്സൊന്നും വേണ്ട, നമുക്ക് പോവാം. ഇങ്ങനെ തപസ് ചെയ്യാം. അതിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ചില ബഹുമാനം, പ്രീതി, താഴ്ന്നവരിലോട് ഈ അനുകമ്പ, തുല്യരിൽ സ്നേഹം, ഭഗവാൻ തരുന്നത് അനുഭവിക്കുക, ഇതൊക്കെ സ്വതേ ഈ ദുഃഖത്തിനെ മറക്കാനുള്ള എളുപ്പ വഴികളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. പോവുക കൊട്ടാരത്തിലേക്ക്. ഇതൊക്കെ കേട്ടപ്പോൾ ധ്രുവൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്, അല്ല എന്ന് പറയണില്ല, പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, അതൊക്കെ സാധാരണക്കാർക്കുള്ളതാ. എൻ്റെ ചെറിയമ്മ സുരുചി പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയം ഭേദിച്ചിരിക്കുന്നു. ഞാൻ ഒരു ക്ഷത്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്വയംഭവ മനുവിനേക്കാൾ, എൻ്റെ മുത്തശ്ശനേക്കാൾ വലിയ ആളാവണം. അതിനുള്ള വഴി അങ്ങ് പറഞ്ഞു തരൂ. അങ്ങ് നാരദനല്ലേ, ബ്രഹ്മാവിൻ്റെ പുത്രനല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്നെ സഹായിക്കണം. സൂര്യനെ പോലെ എല്ലാ ദിക്കിലും വെളിച്ചത്തെ പകർന്നുകൊണ്ട് ഇരുട്ട് അകറ്റണ ഒരാളെന്നുള്ള എനിക്ക് എന്നോട് ദയ ചെയ്യണം എന്ന് ധ്രുവൻ നാരദനോട് അപേക്ഷിച്ചു. അപ്പോൾ നാരദന് വലിയ സന്തോഷമായി. കാരണം 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഈ ബുദ്ധിയാണെച്ചാൽ മുത്തശ്ശനേക്കാൾ വലുതാവണമെന്നാണ് പറഞ്ഞത്. മുത്തശ്ശനേക്കാൾ വലിയ ആൾ പറഞ്ഞാൽ ബ്രഹ്മാവിന് തുല്യനാവണ്ടേ. അപ്പോൾ ബ്രഹ്മാവ് നാരദൻ്റെ അച്ഛനാ. നന്നായി. എന്തായാലും അമ്മ പറഞ്ഞ ആ വാസുദേവനെ തപസ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ പറഞ്ഞുതരാം. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നേടാനുള്ള ആ വഴി തന്നെയാണ് തപസ്. ഇവിടെ ലേശം കൂടി പോയി കഴിഞ്ഞാലേ കാടാണ്. കാട്ടിൽ യമുന കാട്ടിന് നടുക്ക് കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ യമുനാ തീരത്തിൽ മധുവനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിത്യം സന്നിഹിതോഹരി. അവിടെ കുളിച്ചോളൂ. എല്ലാ ദിവസവും യമുനയിൽ കുളിച്ച് ഭഗവാനെ പ്രാണായാമാദികളൊക്കെ ചെയ്ത് മനസ്സ് ശുദ്ധമാക്കിയിട്ട് ഭഗവാന്റെ രൂപമൊക്കെ ധ്യാനിച്ച് പൂജാദികളെല്ലാം ചെയ്യുക. പ്രസന്നനായിട്ടുള്ള
സന്തുഷ്ടനായിട്ടുള്ള ഭാവത്തോടെ ചിരിക്കുന്ന മുഖം, അതേപോലെ കാരുണ്യ നോട്ടം, ഉയർന്നതായിട്ടുള്ള മൂക്ക്, മിനുസമുള്ള കവിള്, 16 വയസ്സ്, കൈശോരഭാവം, ചുവന്ന ചുണ്ട്, മഞ്ഞപ്പട്ട്, വനമാല, ശ്രീവത്സം, ചതുർബാഹു, ശംഖുചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് കിരീടകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ ധാരാളം, മോതിരം, വള, തോൾവള, പൊന്നരഞ്ഞാണം, പൊൻചിലമ്പ്, അങ്ങനെ പാദാദികേശം, കേശാദിപാദം, നഖത്തിൻ്റെ പ്രത്യേകത, പുറവടിയുടെ പ്രത്യേകത, തോളിൻ്റെ പ്രത്യേകത, പിന്നെ കണ്ണ്, മൂക്ക്, നാക്ക് ഒക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. ആ ഭഗവാനെ ഭജിക്കാനുള്ള ഏറ്റവും എളുപ്പം പാദഭജനമാണ്. വജ്രാങ്കുശധ്വജ സരോരുഹ യവാദികളുള്ള പാദത്തെ ആശ്രയിച്ചോളൂ. മന്ത്രം പറഞ്ഞുതരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷരമുള്ള ഈ ദ്വാദശാക്ഷരി മന്ത്രം അത് ആര് ജപിച്ചാലും ഭഗവാൻ വലിയ ഇഷ്ടത്തോടു കൂടിയിട്ട് എന്താവശ്യച്ചാലും നടത്തിത്തരും. അങ്ങനെ കുറച്ച് കാലം ജപിച്ചോളൂ, ഭഗവാൻ പ്രത്യക്ഷമാവും കേട്ടോ. ജാതകം വായിച്ചെടുക്കണേ. അതുകൊണ്ടാ പൂജാവിധികളെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ മണ്ണുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു ബിംബമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ മണ്ണായാലും ലോഹായാലും ഗ്രന്ഥായാലും പഞ്ചഭൂതങ്ങളായാലും ബ്രാഹ്മണനായാലും പശുവായാലും തുളസി, ആല്, ഇങ്ങനെയുള്ള വൃക്ഷങ്ങളായാലും രത്നം, പത്മം, വിളക്ക്, കലശം, സൂര്യേന്ദ്രന്മാർ, ലോഹായാലും കല്ലായാലും ജലായാലും ഒക്കെ ബിംബമായിട്ട് കണക്കാക്കുകയേ വേണ്ടൂ. അതിലേക്ക് അർച്ചന പൂജാദികളൊക്കെ ചെയ്യാം. നല്ല നല്ല പൂക്കളെ കൊണ്ട് പിന്നെ അർച്ചിക്കുകയും ചെയ്യാം, മാല ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ കായ, ഫലം അങ്ങനെയുള്ളതൊക്കെ സമർപ്പിക്കാം. വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാം, യമുനാ നദിയിലെ വെള്ളം. അങ്ങനെ മാനസപൂജയ്ക്ക് കുറച്ച് അധികം പ്രധാനം. അതേപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം അത് ചിത്തം അടക്കിയിട്ട് ഞാൻ ഭഗവാനാണ് എന്നുള്ള ആ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഭഗവാങ്കലെത്തണം, എനിക്ക് ഭക്തിയുണ്ട്, ഭഗവാൻ എന്നിലുണ്ട്, ഞാൻ ഭഗവാനിലുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിച്ചും കൊണ്ട് മനസ്സും വാക്കും ശരീരവും ഒരേപോലെ 3 കർമ്മങ്ങളും അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്ക ഭാവനയോട് നിഷ്കളങ്കനായിക്കൊണ്ട് ഭജിച്ചോളൂ. എന്നാൽ ഭഗവാൻ വേണ്ടതൊക്കെ തരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. നാരദൻ പോയി നേരെ കൊട്ടാരത്തിലെത്തി. അവിടെ ഉത്താനപാദൻ നന്നായിട്ട് സ്വീകരിച്ചു. നോക്കുമ്പോൾ വളരെയധികം മ്ലാനമുഖ, ഉണ്ണിയെ കാണാത്തതുകൊണ്ടേ കുശലമൊക്കെ പറഞ്ഞു. എന്തേ പറഞ്ഞു ചോദിക്കരുതാ മട്ട. എന്താ രാജാവേ എത്ര ഒരു മനസ്സിന് വിഷമമുണ്ടല്ലോ, എന്താ അത്? അപ്പോൾ ദൈനംദിന കാര്യങ്ങൾ, ഈശ്വരഭജനാദി കാര്യങ്ങളൊക്കെ മുടക്ക് പറ്റിയോ, എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടായോ, ആരെങ്കിലും മഹർഷിമാരോ അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായില്ല. രാജാവ് പറഞ്ഞു, നാരദ മഹർഷി, എനിക്കൊരബദ്ധം പറ്റി. ഞാൻ ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിൽപ്പെട്ട് സ്ത്രീജിതനായിപ്പോയി. ഇപ്പോൾ എൻ്റെ മകനെ ഞാൻ, രാജാധികാരം ഉള്ള മകനാ, ആ മകനെ ഞാൻ ശ്രദ്ധിക്കാതെ കണ്ട് ആ ഉണ്ണി എവിടേക്കോ പോയിരുന്നു. ഇപ്പോൾ എനിക്ക് നല്ലോണം കുറ്റബോധം തോന്നുന്നുണ്ട്. ധ്രുവൻ കാട്ടിലേക്കാണ് പോയി എന്നാണ് തോന്നുന്നത്. അവനെ വല്ല മൃഗങ്ങളും ഉപദ്രവിക്കുമോ, എന്താ കഥ അറിയില്ല. സുരുചിക്ക് അടിമയായിപ്പോയി ഞാൻ. എൻ്റേത് ഈ തെറ്റ്, ഇത് ദുഷ്ടതയാണല്ലോ, മകനെ നോക്കാതിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ അതിൽ നല്ലോണം പശ്ചാത്തപിക്കുന്നു കേട്ടോ. ഞാൻ എന്താ വേണ്ടത്? എനിക്ക് ആ ഉണ്ണിയെ മടിയിലൊന്ന് വയ്ക്കാൻ ഈ ഭാര്യയുടെ സമ്മതത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു. അതാണ് ഞാൻ ചെയ്ത വലിയൊരു അപരാധം. എന്താ അതിനൊരു പരിഹാരം വേണ്ടത്? മനുഷ്യത്വം പോലും നശിച്ചുവോ എന്നാക്കി സംശയം എന്നൊക്കെ പറയാം. കുറ്റബോധം തോന്നി, പശ്ചാത്താപം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നാരദൻ പറഞ്ഞു, രാജാവേ അങ്ങേ പേടിക്കണ്ട, ധ്രുവൻ മധുവനത്തിലിരുന്ന് തപസ് ചെയ്യുന്നുണ്ട്, എല്ലാവിധ രക്ഷയും ഭഗവാൻ ചെയ്തോളും. ഒക്കെ നാരദൻ രക്ഷ ചെയ്തിട്ടാണ് പോന്നിറക്കണതേ. ആ ധ്രുവൻ്റെ കീർത്തി ലോകം മുഴുവന് പരക്കും. ധ്രുവനെ പറഞ്ഞുകൊണ്ടാണ് അങ്ങയെ ഇനി അറിയപ്പെടാൻ പോകുന്നത്. ദേവന്മാർ കൂടി ധ്രുവനെ പുകഴ്ത്തും. ഏറ്റവും ഉയർന്ന പദവി, ഭഗവാന്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഉയർന്നതായിട്ടുള്ളൊരു പദവിയാണ് ധ്രുവന് കിട്ടാൻ പോകുന്നത്. അങ്ങോട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ. ഭഗവാൻ ഇതാ അപ്പോൾ പ്രത്യക്ഷപ്പെടും, വലിയ താമസമൊന്നുമില്ല. അനുഗ്രഹീതനായിക്കൊണ്ട് മടങ്ങി വരും, സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ എന്നിങ്ങനെ ഉത്താനപാദനെ നന്നായിട്ട്
അങ്ങനെ 6 മാസം കഴിഞ്ഞ് 5.5 മാസം. ആ സമയത്ത് ഇവിടെ കാട്ടിൽ ധ്രുവൻ്റെ തപസ്സിനെ പറ്റി പറയുകയാണ്. ധ്രുവൻ ആദ്യ ദിവസം ഉപവസിക്കുകയുണ്ടായത്. അങ്ങനെ 3 ദിവസത്തിൽ ഒരിക്കൽ ഒരു കായയോ അങ്ങനെ എന്തെങ്കിലും തിന്നും, അല്ലെങ്കിൽ പഴമോ എന്താ വെച്ചാൽ അത്. അങ്ങനെ ആദ്യത്തെ മാസം ഈ എല്ലാ ദിവസവും ഒരു പഴമൊക്കെ തിന്ന് അങ്ങനെയാണ് കഴിച്ചു കൂട്ടി. കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിക്കുകയായിരിക്കാം. 2ാമത്തെ മാസമായപ്പോഴേക്കും 6 ദിവസത്തിലൊരിക്കൽ ഉണങ്ങിയ ഇല, പുല്ല് അങ്ങനെയൊക്കെ തിന്നുക. അത്രേ തിന്നുള്ളൂ, അത് ഒരൊറ്റ തവണ. 3ാമത്തെ മാസമായപ്പോഴേക്കും 9 ദിവസം കൂടുമ്പോൾ ജലം മാത്രം കുടിക്കും, വേറെ ഒന്നുമില്ല. അതും ഒറ്റ തവണയേ കുടിക്കുള്ളൂ. 4ാമത്തെ മാസമായപ്പോഴേക്കും 12 ദിവസം കൂടുമ്പോഴാണ് ഒരു ശ്വാസം എടുക്കുക, വേറെ ഒന്നും ചെയ്യില്ല. ആഹാരമില്ല, നിഹാരമില്ല, ഒന്നുമില്ല, നിദ്രയില്ല. ഈ തപസ് തന്നെ ഓ നമോ ഭഗവതേ വാസുദേവായ അതിങ്ങനെ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു. ഈ ശബ്ദത്തിൻ്റെ വീജികൾ, അതിൻ്റെ തരംഗം അങ്ങോട്ട് ഫില്ലായി. അപ്പോൾ എന്തായി? എല്ലാവർക്കും ചൂടായി. ഭഗവാനെ ഉള്ളിലിങ്ങനെ കാണുക, കാരണം സ്വയം പ്രകാശിത രൂപമാണ്. സൂര്യനെ ഉള്ളിലിങ്ങനെ കാണുമ്പോൾ ആ സൂര്യൻ്റെ ചൂട് പ്രകാശമൊക്കെ ബാക്കിയുള്ള എല്ലാ ദിക്കിലേക്കും എത്തിയെന്നും പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ 100 സൂര്യൻ്റെ അല്ലെങ്കിൽ 1000 സൂര്യൻ്റെ പ്രകാശമുണ്ട്, ചൂടുമുണ്ട്. അപ്പോൾ അത് പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ട് എത്തി. എല്ലാം വിട്ട് ഭഗവാൻ മാത്രം എന്ന ഭഗവത് തുല്യനായി എന്നർത്ഥം. അതാണ്. അങ്ങനെ മനസ്സിനെ ഈ ശബ്ദത്തിൽ നിന്ന് പോലും പിന്തിരിച്ചിട്ടാണ് സകലതും വിട്ടേ ഭഗവാൻ മാത്രമായി, ഭഗവത് തുല്യനായി എന്നർത്ഥം. അതാണ്. പ്രകൃതി സ്തംഭിച്ചു. ഇങ്ങനെയൊന്നും അടുത്ത കാലത്ത് ഇനി ഇതുപോലത്തെ തപസാരം ചെയ്തിട്ടുണ്ടാവില്ല, ഇനിയൊട്ട് തപസ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയാണ്. 5-5.5 വയസ്സല്ലേ ഉള്ളൂ. 5 വയസ്സിലാണ് പോയത്. അപ്പോൾ 5.5 വയസ്സേ ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഈ 12 ദിവസം കൂടുമ്പോൾ മറ്റേ കാലമൊന്നിങ്ങനെ മാറ്റും അത്രേ. വലത്തെ കാലമ്പിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഇടത്തെ കാലമ്പിലാക്കും, ഇത്രയേ ഉള്ളൂ. ആ സമയത്ത് ഭൂമിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റാണ്ടായി. ഭൂമി അങ്ങോട്ട് ചെരിയാൻ തുടങ്ങിയെന്നാണ്. ഇടത്തെ കാല വെച്ചാൽ ഇടത്തോട്ട് ചെരിയും, വലത്തെ കാല വെച്ചാൽ വലത്തോട്ട് ചെരിയും. ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഉണ്ണിയുടെ കനം. ഭഗവാനെ ഈ താങ്ങണതേ പറ്റണ്ടേ. എല്ലാവർക്കും ശ്വാസം മുട്ടി ദേവന്മാർ കുടുങ്ങി. ദേവന്മാർക്ക് പ്രാണനെ കാണാനില്ല, ശ്വാസം കിട്ടണില്ല. എല്ലാവരും ഇപ്പോൾ മരിച്ചു പോകുന്നതായി സംശയം. ഭഗവാനെ എല്ലാവരും വിളിച്ചു, കൂട്ടപ്രാർത്ഥനയാണ്. എത്രയോ ചാൻസില്ല. എന്താ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം ആർക്കൊന്നും മനസ്സിലാവണില്ല. ഭഗവാനും നാരദനും ഈ ധ്രുവനും മാത്രമേ അറിയുള്ളൂ, ബാക്കി ആർക്കൊന്നും അറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനെ ഭജിച്ചു. അങ്ങനെയാണല്ലോ, നമ്മളൊരു ആവശ്യം വന്നാൽ ഭഗവാനെ ഭജിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ധ്രുവൻ്റെ തപസ്സാണ് കാരണം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ച് കാത്തിരുന്നതാണ്. എല്ലാവർക്കും ബോധ്യം വന്നില്ലേ ധ്രുവൻ്റെ തപസ്സിൻ്റെ തീവ്രത. അപ്പോൾ ധ്രുവനെ വേഗം അനുഗ്രഹിച്ച് ഞങ്ങളെയൊക്കെ രക്ഷിക്കണേ എന്നായി. ശരി, ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ ഭഗവാൻ ധ്രുവൻ്റെ അടുത്തേക്ക് വേഗം തന്നെ ഹരി എന്ന രീതിയിലാണ് മധുവനത്തിലെത്തി. ദർശനം കൊടുത്തു. ഗരുഡൻ്റെ പുറത്ത് മധുവനത്തിലെത്തി. ഭഗവാന് പോലും ആ ഉണ്ണി ഒന്ന് കാണാനും അനുഗ്രഹിക്കാനും മടിയിൽ വയ്ക്കാനും ഇങ്ങനെയൊക്കെ മോഹം തോന്നിയതാണ്. അത്രയ്ക്കുണ്ടായി ഇത്രേ. ഭഗവാൻ അവിടെ ചെന്നിട്ട് ഉണ്ണി കണ്ണു തുറക്കണില്ല, ഉള്ളിൽ ഈ രൂപം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ അവിടുന്ന് വേഗം ഉള്ളിലത്തെ രൂപമാണ് മറച്ചു. അപ്പോൾ പരിഭ്രമിച്ച് ഉണ്ണി കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഉണ്ട് ഭഗവാൻ അതേ രൂപത്തിൽ നിൽക്കണു, ഉള്ളിലുള്ള ആൾ പുറത്ത്. വേഗം ഇനിയിപ്പോൾ എന്താ ചെയ്യണോ ശരിയാണ്ടായി. നമസ്കരിക്കണോ, ആലിംഗനം ചെയ്യണോ, ചുംബിക്കണോ, മടി കയറിയിരിക്കണോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ നിശ്ചയില്ല. ഏതായാലും ആദ്യം പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു. ഇപ്പോൾ സ്തുതിക്കുകയാണ് വേണ്ടത്. കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്താ സ്തുതിക്കേണ്ടത് അതറിയില്ല. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി, എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് നിശ്ചയില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ ശംഖ് ആ കവിളിലൊന്നിങ്ങനെ തൊട്ടു. ജ്ഞാനാണതേ, ഓങ്കാര. അതാണ് കിട്ടിയോട് കൂടിയിട്ട് പൂർണ്ണ ജ്ഞാനം ഈ ധ്രുവനോട് വന്നേ. പിന്നെ സ്തുതിച്ചത് മുഴുവൻ വേദസാരം ആണ്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് സ്തുതിയാണ്. എൻ്റെ ഹൃദയത്തിലിരുന്നിട്ട് എന്നെ ഇതുവരെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഈ ജ്ഞാനം തന്നതും സർവം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ സ്വന്തപ്രവിശ്യമമ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇതേപോലെ പ്രവർത്തനരഹിതമാക്കിയിട്ടും പ്രവർത്തിപ്പിച്ചുകൊണ്ടും, വിഷയങ്ങളോട് പ്രവർത്തനരഹിതം
ഭഗവാനെക്കുറിച്ച് ഞാൻ അത് നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തനം ഏറ്റവും ഊർജിതം ഇങ്ങനെയാണ്. അപ്പോൾ അത് തന്ന ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണം. പിന്നെ ഈ 24 തത്വങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച് ത്രിമൂർത്തിയായിട്ട് ഭഗവാൻ എല്ലാം രക്ഷിക്കുന്നു, പാലിക്കുന്നു. അതേപോലെ സൃഷ്ടി ഭഗവാനാണ്, സംഹരിച്ച് ഭഗവാങ്കൽ തന്നെയാണ് എത്തിക്കുന്നത്. എല്ലാവർക്കും ജന്മം കൊടുക്കുന്നതും മുക്തി കൊടുക്കുന്നതും ഭക്തി കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എല്ലാവരും ഭഗവാനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഈ സംസാരം കടത്താൻ അങ്ങല്ലാതെ വേറെ ആരാണ്ടാവുക? ഭജിക്കാച്ചാൽ ഭഗവാനെ വേണം. ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അത് തരൂ ഇത് തരൂ എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാം തരുന്നതായിട്ടുള്ള ഭഗവാനോട്, ഹിതം അറിഞ്ഞിട്ട് തരുന്നതായിട്ടുള്ള ഭഗവാനോട് അത് തരൂ ഇത് തരൂ എന്നുള്ളത് അത് കുറച്ച് മോശമാണ്. അത് ഈ കൽപ്പവൃക്ഷത്തിനോടോ മറ്റേ കാമധേനുവിനോടൊക്കെ പറയാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ശരിയല്ല. ഭഗവാനോട് ഒന്നും തരണമെന്ന് ആവശ്യപ്പെടണ്ട. ഭഗവാൻ ശരണം അത്രയേ വേണ്ടൂ. അപ്പോൾ തന്നെ സച്ചിദാനന്ദം കിട്ടും. കാരണം ഭഗവാന്റെ ധാമം എന്നുള്ളത് മറ്റുള്ള ഇതിനെ പോലെയല്ല, എത്രയോ മീതിയാണ്. ആ തൃപ്പാദത്തോണിയിൽ കയറിക്കഴിഞ്ഞാൽ സംസാരം കിടക്കാം. വേറെ തോണിക്കാരൻ വേണ്ട, പങ്കായം വേണ്ട, വേറെ കാറ്റ് വേണ്ട, ഒന്നും വേണ്ട. ഭഗവാന്റെ തൃപ്പാദമാകുന്ന തോണിയിൽ കയറി ഇരിക്കേ വേണ്ടൂ എന്ന് അവിടെ എത്തിച്ചോളൂ. നമ്മളിവിടെയുള്ള ഈ വീട്, ഭാര്യ, ധനം, കുടുംബാരാമത്വം ഇങ്ങനെയൊക്കെ ഒരിട്ടം അതൊക്കെ ഉപേക്ഷിക്കേ വേണ്ടൂ. എൻ്റെ അഹം മമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലോ, അതൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക. ഈ ആഹാരാദികളൊന്നിങ്ങനെ നിയന്ത്രിക്കുക. അതേപോലെ ജീവജാലങ്ങളുടെ ഈ പ്രത്യേകതകൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എല്ലാറ്റിലും ഈശ്വരനുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തരെയും ഈ പ്രകാരത്തിലൊക്കെയാണ് ഭഗവാൻ ഉണ്ടാക്കിയത്. 4 ജാതിയിൽപ്പെട്ടത്, 3 തരത്തിൽപ്പെട്ടതായിട്ടുള്ള കരയിലും കടലിലും മറ്റേ ആകാശത്തൊക്കെ വസിക്കുന്നതായിട്ടുള്ള ജീവികളെ ഉണ്ടാക്കി. 84 ലക്ഷം. പ്രളയത്തിലാണ് എല്ലാം കൂടിയിട്ട് ഭഗവാങ്കൽ ചെന്ന് ചേരുകയും ചെയ്യുക. ഇങ്ങനെ ഭഗവാന്റെ ഈ നാരായണ സ്വരൂപം, അനന്തപത്മനാഭ സ്വരൂപം, അതിൽ നാഭിയിൽ ബ്രഹ്മാവുണ്ടായത്, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, ബ്രഹ്മാവ് സൃഷ്ടിച്ചവരാൽ സൃഷ്ടിക്കപ്പെട്ടത്, സൃഷ്ടി, ഇങ്ങനെയൊക്കെ ഒന്നിങ്ങനെ സ്മരിച്ചു. അതൊക്കെ കാരണക്കാരനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അങ്ങ് ശുദ്ധസത്വമാണ്, ജ്ഞാനസ്വരൂപനാണ്, സ്വയം പ്രകാശിതനാണ്, ഭഗവാനാണ്. അതേപോലെ ത്രിഗുണാതീതനാണ്, മായാനാഥനാണ്, മായ ഉണ്ടാക്കിയ ആളാണ്. അതേപോലെ ഭഗവാനെ സ്മരിക്കാനുള്ള ഓർമ്മ തരണമെങ്കിൽ അത് ഭഗവാൻ തന്നെ വേണം, വേറെ ആർക്കും പറ്റില്ല. അങ്ങനെയുള്ള ഭഗവാനെ, ഈ സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കണു. ഇങ്ങനെ പാലകനായിട്ടുള്ള വിഷ്ണു, എല്ലാവരാലും നമസ്കരിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണു ഇപ്പോൾ ഇതാ എന്നെ അനുഗ്രഹിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. എല്ലാറ്റിനും കാരണമായിട്ട് വർത്തിക്കുന്ന ആദ്യന്തമില്ലാത്ത ആനന്ദ സ്വരൂപനായിട്ടുള്ള അങ്ങയെ ഞാനിതാ ആശ്രയം, അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അനന്യ ശരണാഗതി, പാദത്തിലിതാ ആശ്രയിക്കുന്നു. ഇങ്ങനെയെല്ലാം നന്നായിട്ട് തന്നെ സ്തുതിച്ചു. അങ്ങ് സകാമഭക്തരെയും ഈ വിരോധഭക്തരെയും ഒരേപോലെ അനുഗ്രഹിക്കുന്ന ആളല്ലേ. ഞാൻ ഇതിപ്പോൾ ഏതാ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല കേട്ടോ എന്നുള്ള രീതിയിലാണ്. എനിക്ക് എന്നെ അനുഗ്രഹിക്കണേ എന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞ ആ ധ്രുവൻ്റെ സ്തുതിയും വളരെ ഗംഭീര. 12 ശ്ലോകങ്ങളെ കൊണ്ട് ഈ 12 ആദിത്യന്മാർ എന്നുള്ള രീതിയിൽ അത്രയും 12 സൂര്യപ്രഭയുണ്ടതിന് ആ സ്തുതിക്ക്. അതുകൊണ്ടാണ് വേദസാരാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവാനെ തൃപ്തനാക്കാൻ ഇത് മാത്രമേ വേണ്ടൂ എന്ന് പോലും നമുക്ക് മനസ്സിലാവണം. ഭഗവാൻ വേഗ ധ്രുവനെ അനുഗ്രഹിച്ചു. ഈ ഭഗവാന്റെ തൊട്ട് താഴെയായിട്ട് രാശിചക്രത്തിൻ്റെ ഒരു കേന്ദ്ര സ്ഥാനമുണ്ട്. ആ സ്ഥാനം അത് ശാശ്വതമായിട്ടുള്ളൊരു സ്ഥാനമാണ്. അവിടെ ധ്രുവപദം, അങ്ങനെ ഒരു ധ്രുവപദത്തിൽ ഇരുന്നോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു ഭഗവാൻ. അഷ്ടദിക്പാലകന്മാർ പോലും ഈ സപ്തർഷികൾ ഇവരെയൊക്കെ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുക എന്നാണ്. ഭഗവാന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ധ്രുവൻ്റെ സ്ഥാനം കൊടുത്തത്. അപ്പോൾ ആ ധ്രുവനെയും ഇതേപോലെ ഇവരൊക്കെ നമസ്കരിക്കുകയാണ്, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക. അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥാനമാണ് കൊടുത്തത്. അതിന് ശേഷം കൽപ്പകാലത്ത് ആയുസ്സും കൊടുത്തു,
ബ്രഹ്മാവ് എപ്പോഴാണോ ലയിക്കുന്നത് അപ്പോഴാണ് ഇനി ലയിക്കുക. ആത്യന്തിക പ്രളയത്തിൽ മാത്രമേ ഈ ലയുള്ളൂ. അങ്ങനെയൊക്കെ അനുഗ്രഹിച്ചു. അതിന് ശേഷം ഇഹലോകത്തിൽ ഇതിപ്പോൾ പരയാ കൊടുത്തത് ആദ്യം, അത് കഴിഞ്ഞ് ഇഹ കൊടുത്തു. 36,000 കൊല്ലം രാജ്യം ഭരിച്ചോളൂ, എന്നിട്ട് അങ്ങോട്ട് പോന്നോളൂ കേട്ടോ. യൗവനം നഷ്ടപ്പെടില്ല. അങ്ങ് എന്നും യുവാവായിക്കൊണ്ട് രാജ്യം ഭരിക്കും. അങ്ങയുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കണ്ട. അതേപോലെ ഇപ്പം അങ്ങയെ ദ്രോഹിച്ചതായിട്ടുള്ള ഉത്തമൻ യക്ഷന്മാരാൽ കൊല്ലപ്പെടും. സുരുചി കാട്ടുതീയിൽ പെട്ട് മരിക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെയും പറഞ്ഞു. അങ്ങ് ധാരാളം യജ്ഞങ്ങളൊക്കെ ചെയ്യണം, ഈ പ്രജകളെ കൊണ്ട് ഭജിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു. ഒടുക്കം ഈ ഞാൻ പറഞ്ഞതൊക്കെ അങ്ങേക്ക് ഓർമ്മ വരും. 36,000 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സപ്തർഷി മണ്ഡലത്തിൻ്റെ മുകളിലുള്ള ഈ ധ്രുവപഥത്തിലേക്ക് അങ്ങ് എത്തുകയും ചെയ്യും. എന്നെ എന്നും ഭജിച്ചുകൊണ്ട് അങ്ങക്ക് ഈ ബ്രഹ്മാവിനൊപ്പം എന്നിലേക്ക് ചേരുകയും ചെയ്യാം എന്നെല്ലാം അനുഗ്രഹിച്ചു. ഇനി സംസാര ദുഃഖമില്ല കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അത് കഴിഞ്ഞ് മറഞ്ഞു. ധ്രുവൻ ഇതൊക്കെ കൂടി കേട്ടു. മുഴുവനൊക്കെ കേട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഉണ്ണിയായി, ചെറിയ ഉണ്ണിയായി. 36,000 കൊല്ലം രാജ്യം ഭരിക്കണം എന്നാണ് ആകെ കേട്ടത്. ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതില്ലായിട്ടല്ല. പക്ഷേ അതിലൊന്നും അതത്ര സാരമില്ല. പക്ഷേ ഈ ഭൂമിയിൽ 36,000 കൊല്ലം അത് മാത്രം കേട്ടു. അത് സംസാരമാണല്ലോ എന്നായി. കാരണം കർമ്മമുണ്ട്, കർമ്മത്തിന് ഫലമുണ്ട്. അത് വിപരീതം വന്നാൽ കുടുങ്ങിയില്ലേ. ഞാൻ തെറ്റ് ചെയ്യണോ ഗുരുവായൂരപ്പാ, എന്തിനാ അപ്പം എനിക്ക് ഇങ്ങനൊരു വരം തന്ന്? ഇങ്ങനെ ഭഗവാനെ കണ്ടിട്ട് ഞാൻ ഒരു സ്വാർത്ഥം എന്നുള്ള നിലയ്ക്ക് ആയിപ്പോയല്ലോ. എന്നെ കൊടുക്കുമോ ഈശ്വര ഗുരുവായൂരപ്പാ? ഭഗവത് പ്രാപ്തിയല്ലേ ആദ്യമേ തന്നെ വേണ്ടത്. ഈ രാജ്യഭാരമൊക്കെ ആരേച്ചാൽ കൊടുത്തൊരു ഉത്തമം ഭരിച്ചോട്ടെ, എനിക്ക് വേണ്ടേ. സനകാദികൾ, നാരദൻ ഇവരൊക്കെ ലോകോപകാരാർത്ഥമല്ലേ ഇങ്ങനെ ചുറ്റി നടക്കണത്. അതേപോലെ വല്ലതും അയച്ചാൽ ഈ കുഴപ്പമുണ്ടാകുന്നില്ല. കാരണം അവർക്ക് കർമ്മപ്രാരബ്ധമൊന്നും വരില്ല. അതങ്ങനെയാണ്. ഈ ദേവന്മാർ എന്നോടുള്ള അസൂയ കൊണ്ട് ഇതൊക്കെ ശിക്ഷയായിട്ട് എനിക്ക് തന്നതാവുമോ എന്ന് വരെ ധ്രുവൻ ചിന്തിച്ചു എന്നാ. വെറും സഹോദരനെ, ഉത്തമനെ വിരോധിയായിട്ട് കണ്ടതുകൊണ്ട് വന്ന ഒരബദ്ധമല്ലേ ഇത്. ഈ ലോകസുഖം വാങ്ങിയ ഞാൻ ശരിക്കും ഒരു തെറ്റുകാരനായി. ആയുസ് നഷ്ടപ്പെട്ട ഒരാൾക്ക് രോഗം മൂർച്ഛിച്ച സമയത്ത് വൈദ്യർ മരുന്ന് കൊടുക്കാറില്ല. ജ്യോതിഷവും വൈദ്യവും അറിയണ ഒരാൾ ഒരു രോഗിക്ക് ആയുസ് കഴിഞ്ഞിറക്കണമെന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കില്ല. രോഗത്തിൻ്റെ മൂർച്ഛ അത്രയും കണക്കാക്കും. അപ്പോൾ മരുന്ന് കൊടുക്കില്ല. ആ കൂട്ടത്തിലായിപ്പോയല്ലോ ഭഗവാൻ, എനിക്ക് എന്തേത് തരാഞ്ഞത്? ഇത് തരുകയും ചെയ്തു. 36,000 കൊല്ലം രാജ്യം ഭരിക്കാനുള്ള അവകാശം തരുകയും ചെയ്തു. അത് വലിയ കഷ്ടമായല്ലോ ഗുരുവായൂരപ്പാ. ചോദിക്കാൻ ഇനിയിപ്പോൾ എങ്ങനെ ആദ്യം ഭഗവാനെ കാണുക എളുപ്പമല്ല. ഇത് ഭാഗ്യക്കുറവ് തന്നെയാണ്. കാരണം പരമദരിദ്രനായിട്ടുള്ള ഒരാൾ ചക്രവർത്തിയിൽ നിന്ന് 4 മണി അരി യാചിച്ച പോലെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടാണ് അവിടുന്ന് ഒന്നും ആഗ്രഹിക്കാത്തതായിട്ടുള്ള ധ്രുവൻ്റെ ദുഃഖത്തോട് കൂടിയിട്ടുള്ള തിരിച്ചു വരവ്. അപ്പോഴേക്കും ഇതെല്ലാവരും കേട്ടു. ധ്രുവൻ വരണമെന്ന് കേട്ട് രാജാവ് സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി. രാജാവ് പശ്ചാത്താപത്തോട് കൂടിയിട്ട് ആണ് ഇരുന്നേർന്ന്. ഇത് കേട്ടപ്പോൾ സന്തോഷമായി. ബ്രാഹ്മണർ, പുരോഹിതർ, ആനാതേര്, അലങ്കാരങ്ങൾ, സുരുചി, അങ്ങനെ എല്ലാവരെയും കൂടിയിട്ട് ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കാട്ടുനിന്ന് വരുന്ന ആ സ്ഥലത്തേക്ക് ചെന്നു സ്വീകരിച്ചു. അങ്ങനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം കൊടുക്കാമെന്ന് രാജാവ് ആദ്യമേ തന്നെ മുൻവിധിയോട് കൂടിയിട്ട് നിശ്ചയിച്ചു. ഈ ദൂരെ നിന്ന് തന്നെ ധ്രുവനെ കണ്ടു. വേഗം അടുത്ത് ചെന്ന് ആലിംഗനമൊക്കെ ചെയ്തു. മൂർധാവിൽ ചുംബിച്ചു, വാരിയെടുത്തു. എന്നിട്ട് ഭഗവാൻ ഒരാളോട് സന്തോഷിച്ചാൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകും, എല്ലാവരും ബഹുമാനിക്കപ്പെടും എന്നുള്ള നിയമത്തെ അവിടെ എല്ലാവരാലും ധ്രുവനെ ഇതുപോലെ നന്നായിട്ട് കണ്ടു എന്നതുകൊണ്ട് അത് ലോകത്തിനൊരു മാതൃകയാവുകയും ചെയ്തു. അതല്ലെങ്കിലോ എല്ലാവരാലും അനിഷ്ടനായിട്ടാണ് വരിക എന്നും അവിടെ നിയമം. അച്ഛനമ്മമാരെയൊക്കെ നന്നായിട്ട് തന്നെ നമസ്കരിച്ചു. ആദ്യം ചെറിയമ്മ എത്രയാണ് നമസ്കരിച്ചത്, പിന്നെയാണ് മറ്റേ അമ്മയുടെ അടുത്തേക്ക് പോയുള്ളൂ. എങ്ങനെയാണ്? കാരണം ആ ചെറിയമ്മ പറഞ്ഞുകൊണ്ടല്ലേ ഈ വാശിയൊക്കെ ഉണ്ടായത്. അമ്മ അതിന് ഉപകാരം ചെയ്തു എന്നല്ലേ ഉള്ളൂ. അമ്മ പിന്നെ എങ്ങനെയായാലും കുമാത എന്ന ഭവതി എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ രണ്ടാമത് ചെന്ന് നമസ്കരിച്ചാലും ധാരാളം. അപ്പോൾ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി അങ്ങനെ
ചെറിയമ്മയെ നമസ്കരിച്ചു, അനുഗ്രഹം വാങ്ങി. അച്ഛൻ്റെ അനുഗ്രഹം കിട്ടി. വേഗം ഈ അമ്മയുടെ അടുത്ത് പോയി അമ്മ മടിയിൽ വെച്ചു, അനുഗ്രഹിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 6 മാസമേ ഉള്ളൂ കൊണ്ട് കാര്യമില്ല, അതൊരു വളരെ അധികമുള്ള ദീർഘകാലമായിട്ടുള്ള വിരഹ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഉത്താനപാദ രാജാവ് മകന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള വാസസ്ഥാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. രാജാവായിട്ട് ഈ ധ്രുവനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതാ രസം. അതായത് ഇനി ഞാൻ വേണ്ട, ധ്രുവൻ ഭരിച്ചോട്ടെ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഉത്തമനൊന്നും പറയാനില്ല, സുരുചിക്കൊന്നും പറയാനില്ല. ഇങ്ങനെ ആ ധ്രുവൻ വളരെ നന്നായിട്ട് തന്നെ ഒരു രാജകൊട്ടാരമൊക്കെ പണിയെടുത്തു. പ്രത്യേകമായിട്ട് ഒരു ദേവോദ്യാനം അല്ലെങ്കിൽ ദേവരാജൻ്റെ കൊട്ടാരമല്ലേ, അതേപോലെ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. എല്ലാവരും നന്നായിട്ട് തന്നെ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ലോകത്തിൽ മുഴുവൻ സുഖത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങനെ ധ്രുവൻ രാജ്യം ഭരിച്ചു എന്നാണ്. അങ്ങനെ ആ കഥ തൽക്കാലം ഒന്ന് പറഞ്ഞു നിർത്തി. അതിനുശേഷം ധ്രുവൻ വിവാഹമൊക്കെ കഴിച്ചു. 2 വിവാഹം കഴിച്ചു. ഒന്ന് ഭ്രമി, പിന്നെ ഒന്ന് വായുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇള. ഇപ്പോൾ വായുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇളയാണ് 1ാം ഭാര്യ. അതിൽ ഉൽക്കലൻ എന്നുള്ള ഒരു പേരും ഒരു മകനും ഒരു മകളും ഒക്കെ ഉണ്ടായി. 2ാമത്തെ ഭ്രമി, അത് ശിംശുമാര പ്രജാപതിയുടെ മകളാണ്. ആ ഭ്രമിയിൽ വത്സരൻ ഒരു മകനാണ്, കൽപ്പൻ വത്സരൻ. അതിൽ വത്സരനാണ് രാജാവായത്. കൽപ്പൻ ആദ്യമേ തന്നെ സന്യസിച്ച് പോവുകയുണ്ടായത്. അപ്പോൾ ഭ്രമിയിലുള്ള ഈ ശിംശുമാര പ്രജാപതിയുടെ മകളായിട്ടുള്ള ഭ്രമിയിലുള്ള വത്സരനാണ് പിന്നീട് ധ്രുവൻ പോയതിൻ്റെ ശേഷം രാജാവായത് എന്നുള്ളത് പറഞ്ഞു വെച്ചു. ഉത്തമൻ പിന്നെ വിവാഹമൊന്നും കഴിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഈ ധ്രുവൻ്റെ ഭരണകാലത്ത് ഉത്തമൻ ആ സമയത്ത് നായാട്ടിന് പോയി. രാത്രിയിൽ യക്ഷന്മാർ യുദ്ധം ചെയ്യുക അങ്ങനെ എന്തോ ഉണ്ടായി. ഏതായാലും യക്ഷന്മാർ കൊന്നു. ഇത് കേട്ടു. അപ്പോൾ സുരുചി അന്വേഷിച്ച് പോയിന്നാ. ധ്രുവൻ പിറ്റേ ദിവസം രാവിലെ പോകാമെങ്കിൽ അതിനൊരു ഇതൊക്കെ ഉണ്ട്, സമയമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കണക്കാക്കിയുള്ളൂ. പക്ഷേ സുരുചിക്ക് ക്ഷമ ഉണ്ടായില്ല. സുരുചി അന്വേഷിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു കാട്ടുതീ, ആളെ കണ്ടു കിട്ടിയതുമില്ല, കാട്ടുതീയിൽ പെടുകയും ചെയ്തു. അങ്ങനെ മരിച്ചു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി അനുജനെ കൊന്നതായിട്ടുള്ള ഈ യക്ഷന്മാരോട് ധ്രുവന് വല്ലാത്ത കോപായി. വേഗം അവിടെ ചെന്നു. കൈലാസത്തിൻ്റെ തീരത്താണ്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് കുബേരൻ്റെ സ്ഥലം. അവിടെ ചെന്നു അളകാപുരിയിൽ ചെന്ന് വെല്ലുവിളിച്ചു. 1,30,000 യക്ഷന്മാരെ ഈ ധ്രുവൻ അവിടെ ചെന്ന് യുദ്ധത്തിൽ വധിച്ചു. ഇതൊക്കെ വേഗം കഴിഞ്ഞു എന്നാണ്. യക്ഷന്മാർ ഒന്നിച്ച് പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള യുദ്ധം ചെയ്തു, ശരവർഷം ചെയ്തു. ധ്രുവനെ കാണാണ്ടേ. പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ സമുദ്രത്തിൽ മുങ്ങിയ പോലെ എന്നൊരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് അവിടെ, ഉപമ. പിന്നീട് ധ്രുവൻ ഈ അമ്പുകളെയൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കി നിർവീര്യമാക്കി. സൂര്യൻ കിഴക്ക് ഉദിക്കുന്ന പോലെ മൂടൽമഞ്ഞ് പോലും ഉരുകി അങ്ങനെയുള്ളൊരവസ്ഥയിൽ സൂര്യനെ കാണാറായ പോലെ ഈ ധ്രുവനെ, അമ്പുകളെല്ലാം നശിപ്പിച്ചതായിട്ടുള്ള ധ്രുവനെ എല്ലാവരും പിന്നീട് കാണുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ യുദ്ധത്തിൻ്റെ രംഗത്തെ കുറച്ചൊന്നിങ്ങനെ കേമാക്കിയിട്ട് പറഞ്ഞു. വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. കാറ്റ് മേഘങ്ങളെ എന്ന പോലെ ശരവർഷം ചെയ്തുകൊണ്ട് യക്ഷന്മാരെ തോൽപ്പിച്ചു. അവരിങ്ങനെ ഓടിപ്പോയി. കാണാലിയാണ്ടി തുടങ്ങിയ അർത്ഥം. അപ്പോൾ യക്ഷന്മാർ മായായുദ്ധം തുടങ്ങി. ചോര, പാറ, കത്തി, കല്ല്, മരം, മലിനമായിട്ടുള്ള പലതും, വരുവെള്ളം, അതുപോലെ ആന, പാമ്പ്, സിംഹം, അങ്ങനെയില്ല, അത്യത്ഭുതകരമായിട്ടുള്ള, ആർക്കും സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ മായായുദ്ധ. അപ്പോൾ ധ്രുവന് ബ്രാഹ്മണന്മാർ വന്നിട്ട് ഈ അനുഗ്രഹം കൊടുത്തു, ജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊരു കവചമായിട്ട് തീർന്നു. ഭഗവാന്റെ ഭക്തനാണല്ലോ, ഭഗവാനെ കണ്ടയാളല്ലേ, അപ്പോൾ അതുകൊണ്ട് നാമം ജപിച്ചോളൂ, നാമാസ്ത്രം അത് മതി, എന്നാൽ അങ്ങ് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഉപദേശവും കൊടുത്തു. മായയെ ജയിക്കാൻ അതേ വേണ്ടൂ. അങ്ങനെ നാമാസ്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ഈ യക്ഷന്മാരാൽ ഇങ്ങനെ മായ കാട്ടിയപ്പോൾ അത് ഒരു നാരായണ കവചം തന്നെ, നാരായണ മന്ത്രം കൊണ്ട് നാരായണാസ്ത്രം തൊടുത്തു. അതുകൊണ്ട് ഈ മയിലുകൾ ഒന്നിച്ച് കാട്ടിലേക്ക് പോണ പോലെ യക്ഷന്മാരിലേക്ക് ഈ അസ്ത്രം അങ്ങോട്ട്, നാമാസ്ത്രങ്ങൾ ഒന്നിച്ച് ചെന്നു. യക്ഷന്മാർക്ക് സർവനാശം എന്നുള്ള മട്ടായി.
അപ്പോഴേക്കും അവിടെ മുത്തശ്ശൻ സ്വയംഭൂമനു ഒപ്പം കുറേ മുനിമാരും ഒന്നിച്ചു വന്നു. എന്നിട്ട് ഈ ധ്രുവനോട് ചില കാര്യങ്ങൾ ഉപദേശമായിട്ട് പറഞ്ഞു എന്നാ. മകനെ എന്നല്ല വിളിച്ച, പേരക്കുട്ടിയാണല്ലോ. അപ്പോൾ വളരെ ഓമനത്തോട് കൂടിയിട്ട് കുഞ്ഞേ എന്നുള്ള രീതിയിലാണ് വിളി. കോപം അടക്കൂ ധ്രുവ, എന്താ അങ്ങനെയൊക്കെ ചെയ്യണത്? ഭഗവാനെ കണ്ട ഒരു ഭക്തനല്ലേ, സജ്ജനമാണ്. സാധുവായ നീ എന്തിനാ അങ്ങനെ ശുണ്ഠിയെടുക്കണത്? പ്രതികാരം ചെയ്യാൻ പാടുമോ? ഒരു യക്ഷൻ ഒരു തെറ്റ് ചെയ്തു, ആ യക്ഷനെ പോലും കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം ജീവൻ തന്നത് ഒരാൾ, എടുക്കണത് അതേ ആളെന്നെ, അല്ലാണ്ട് വേറൊരാളല്ല. നിനക്ക് തെറ്റുപറ്റി, യക്ഷനാണ് കൊന്നതെന്ന് നീ തെറ്റിദ്ധരിച്ചു. മരിച്ചത് നിൻ്റെ അനുജനാണെന്നും, അത് രണ്ടും തെറ്റാ. അപ്പോൾ നിരപരാധിയാണ്. ഇവിടെ ഹിംസ പാപമാണ് ഉണ്ണി, അതുകൊണ്ട് അത് ചെയ്യണ്ട, വിടൂ. ശരീരബോധം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുജൻ്റെ ശത്രു ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് ആ ഭഗവാന്റെ മഹത്വത്തെ നീ കണ്ടതാണല്ലോ, അതൊന്നുകൂടി ഓർക്കൂ. സർവഭൂത സമത്വം ഭഗവാൻ തരേണ്ടതാണ്. സമചിത്തത, സമഭാവന ഒക്കെ. സർവഭൂത ഹിതേരഥാഹ ആവണ്ടേ ഈ രാജാവ്. ഭക്തൻ്റെ ലക്ഷണം അതല്ലേ. വലിയ ആളുകളിലെ ക്ഷമ, അതുപോലെ തുല്യരിൽ മൈത്രി, താഴ്ന്നവരോട് കാരുണ്യം, ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളില്ലേ, അതൊക്കെ പാലിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ പ്രീതിക്ക് ഈ ലോകരക്ഷ ചെയ്യേണ്ട രാജാവ് അത് ചെയ്തില്ല വെച്ചാൽ ഭഗവാൻ വിപരീതമായിട്ടല്ലേ വരിക. ഈ പഞ്ചഭൂതമായിട്ടുള്ള ഈ ശരീരം ആണെന്നോ പെണ്ണെന്നോ അതൊന്നും കാര്യമില്ല, അതൊക്കെ പരമ്പരയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ജനിക്കും മരിക്കും, ഇത് പ്രകൃതി നിയമമാണ്, അത്രയേ ഉള്ളൂ. ജനിക്കുന്നത് ഇന്ന സമയത്ത്, മരിക്കണത് ഇന്ന സമയത്തെന്ന് ഒക്കെ മുന്നേ കൂട്ടി നിശ്ചയിച്ചതാണ്. മരണത്തിൻ്റെ കാരണവും നിശ്ചയിച്ചിട്ടുണ്ട്. നീ എന്തിനാ അത് ഏറ്റെടുക്കണത്? നിന്നോടതുണ്ടോ ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട്? അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭഗവാൻ ഉണ്ടാക്കിയ ഈ പ്രപഞ്ചം ഭഗവാനാൽ അത് ലയിക്കപ്പെടും. അതിന് നമ്മൾ കാരണക്കാരാവരുത്, അതിൽ ഇടപെടണ്ട. ഇരുമ്പ് എവിടെ വെച്ചാലും ഈ കാന്തം വന്നു കഴിഞ്ഞാൽ കാന്തത്തിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എന്ന് കൊടുത്ത് ജീവജാലങ്ങൾ സമയമായി കഴിഞ്ഞാൽ ഈ കാന്തമാണ് ഭഗവാനെ, അപ്പോൾ ആ ഭഗവാങ്കലേക്ക് ഈ ഇരുമ്പോട് എത്തിച്ചേരുന്നോളൂ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പ്രേരണയാണ്, അതിനുള്ള കർമ്മയെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്നെല്ലാം അനുഗ്രഹിച്ചു. ഇപ്പം നല്ല നല്ല വാക്കുകളെ പറഞ്ഞു. ഭരിക്കുന്നത് നമ്മളല്ല കേട്ടോ, നമ്മളെ കൊണ്ട് ഭഗവാൻ ഭരിപ്പിക്കുകയാണ്. കാലശക്തി കൊണ്ട് അതാത് കാര്യങ്ങളൊക്കെ നടക്കും. കാലസ്വരൂപിയാണ് ഭഗവാൻ. അന്തകനെ പോലും ലയിപ്പിക്കും. എന്നിട്ട് വേണ്ടേ, പ്രപഞ്ചം ഉണ്ടാക്കുന്നത് ഭഗവാനാണ്. ഈ ജീവികൾ അസ്വതന്ത്രരായിട്ട്, ഇപ്പം നീയും അതുപോലെ തന്നെയാണ്, നിനക്ക് സ്വാതന്ത്ര്യമില്ല. കടമകളെയൊക്കെ ചെയ്യുകയും വേണം. കാലകർമ്മ സ്വഭാവം ഭഗവാനാൽ അത് പ്രയോഗിക്കുകയാണ്. ഈ കാമം തന്നുകൊണ്ട് നമ്മെ പ്രയത്നിക്കുകയാണ്. അപ്പോൾ അത് വേണം ഇത് വേണമെന്ന് വിചാരിക്കുന്നത്, അതല്ലെങ്കിൽ പലതും ഏറ്റെടുക്കുന്നത്, അതൊരു വിഡ്ഢിത്തരാ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. ഉത്തമനെ കൊന്നത് യക്ഷനല്ല. യക്ഷൻ ഒരു മരണ കാരണമായി. ആയുധം കൊണ്ടോ കാറ്റോ കൊണ്ടോ, രോഗമോ വിഷമോ ജലോ അഗ്നി എന്തൊക്കെയാണ് ശരിയ, ഇതൊക്കെ മരണകാരണങ്ങളാണ്. അതതിൻ്റെ തീരുമാനം ഭഗവാൻ നടപ്പാക്കും, അത്രയേ ഉള്ളൂ. സാക്ഷിയായിട്ട് ഭഗവാൻ എല്ലാം അറിയണമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത മൂക്കുകാരിട്ട കാളയെ പോലെ നമ്മളിങ്ങനെ പെരുമാറുക, അത്രയേ ഉള്ളൂ. നമ്മൾ ചട്ടുക. നിനക്ക് 5-ാം വയസ്സിൽ ഈ സുരുചിയുടെ ചീത്തവാക്ക് കേൾക്കാനും അമ്മയുടെ അനുഗ്രഹം കിട്ടാനും നാരദ മഹർഷി പറഞ്ഞു തരാനും തപസ് ചെയ്യാനും ഭഗവാൻ വരം തരാനും ഒക്കെ കാരണം എന്താ? ഭഗവാന്റെ ഇച്ഛയാണ്. ഈ ധ്രുവപദവും നിനക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നീ ചക്രവർത്തിയാണ്. അപ്പോൾ മനുവിൻ്റെ പേരക്കുട്ടനാണ്. ഇതൊക്കെ അത്ര എളുപ്പമല്ല ഇങ്ങനൊരു സ്ഥാനം കിട്ടാനേ. അതിനെയൊക്കെ ഒന്ന് നല്ലോണം പറഞ്ഞു, പാരമ്പര്യം പറഞ്ഞു, ഇനി ഭഗവാന്റെ അനുഗ്രഹത്തെ പറഞ്ഞു, ആനന്ദത്തെ അനുഭവിക്കുകയാണ് വേണ്ടതെന്നു. ഇങ്ങനെ അഹമ്മമ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വേണ്ടത് എന്ന് പറഞ്ഞു. കോപിച്ചുള്ള ആളുകളെ മുഴുവൻ എല്ലാവരും വെറുക്കുകയാണ് ചെയ്യുക. ഭയ കാരണമാണ് ഈ കോപം. അത് ഭീരുത്വ. ഭീരു ആണെങ്കിൽ മാത്രമേ കോപിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു. ഈ ശിവഭക്തനായിട്ടുള്ള കുബേരനെ, യക്ഷരാജാവായിട്ടുള്ള കുബേരനെ ശിവതുല്യനായിട്ട് കാണണം. ശിവനിന്ദ എന്നുള്ള രീതിയിലാവും നീ ഇപ്പോൾ ഈ കുബേരനോട് യുദ്ധം ചെയ്യുമ്പോൾ എന്നെല്ലാം പറഞ്ഞു. കുബേരനെ ജയിക്കാൻ സാധിക്കില്ല, അഷ്ടദിക്പാലകനാണ്. അപ്പോൾ അതുകൊണ്ട് മാപ്പ് ചോദിക്കൂ, ആ കുബേരനെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞു. മനു ഉപദേശിച്ചു. ആ ധ്രുവൻ കോപമടക്കി ആ യക്ഷരാജാവിനെ നമസ്കരിക്കുകയും ചെയ്തു. അതിനുശേഷം യുദ്ധമൊക്കെ നിർത്തി
യക്ഷരാജാവ് വന്നു അനുഗ്രഹിച്ചു. എന്താണ് വരം വേണ്ടത് എന്നായി. കുറച്ചൊരു അപരാധബോധത്തോടു കൂടിയിട്ടാണ് ധ്രുവനും അതേപോലെ ഈ കുബേരനും നിൽക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനെ പറഞ്ഞുകൊണ്ട്, ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട്, ഭഗവത് അനുഗ്രഹത്തെ പറഞ്ഞുകൊണ്ട് യുദ്ധം നിർത്തിയല്ലോ എന്നല്ല. കുബേരൻ പറഞ്ഞു, കാലമാണ് ഇപ്രകാരത്തിലെല്ലാം ചെയ്യിക്കുന്നത്, ഈ ജനന മരണമൊന്നും സാരമില്ല, അതൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കും. മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ തെറ്റിദ്ധാരണ അത് ഒഴിവാക്കണം. ഈ ദേഹാഭിമാനത്തെ ഇല്ലാണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തെ കിട്ടിയായിരുന്നു ഈ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അതാത് കാലത്ത് പലതും സംഭവിക്കും, അതൊക്കെ നമ്മൾ അനുഭവിക്കുക അത്രയേ വേണ്ട. അതിൽ നമ്മളായിട്ട് ഇടപെടണ്ട, നമ്മളെ കൊണ്ട് ഇടപെടിക്കും ഭഗവാൻ. അപ്പോൾ ആ സമയത്ത് അത്രേ ചിന്തിക്കണ്ടു എന്നെല്ലാം പറഞ്ഞു. എന്താ വരം വേണ്ട ചോദിച്ചു. എനിക്ക് ഭഗവാങ്കൽ ഭക്തി വേണം എന്ന് പറഞ്ഞു. വേറെ വരമൊന്നും വേണ്ട. അപ്പോൾ ഭഗവാങ്കൽ ഭക്തി ഉണ്ട്, ഏതായാലും അത് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് കുബേരൻ യാത്രയായി. ഇങ്ങനെ 36,000 കൊല്ലം രാജ്യം ഭരിച്ചുകൊണ്ട് ഈ ധ്രുവൻ നന്നായിട്ട് തന്നെ ധാരാളം യാഗാദികളെല്ലാം ചെയ്തു. ബ്രാഹ്മണ ഭക്തി ഉണ്ടായി. അങ്ങനെയല്ലേ, വളരെയധികം എല്ലാവരാലും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എതിർച്ചയാ വന്നു കയറിയ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് പുണ്യത്തെ ക്ഷയിപ്പിച്ചു. കാരണം 36,000 കൊല്ലം കഴിയണം, അതിന് വേണ്ടിയിട്ടാണ്. സൽക്കർമ്മം ധാരാളം ചെയ്തുകൊണ്ട് പാപവും നശിപ്പിച്ചു. സ്വന്തം പാപമല്ല, എല്ലാവർക്കും ഇതുപോലെ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാവും കുറേശ്ശേ. അപ്പോൾ അവരുടെ പാപങ്ങളൊക്കെ നശിപ്പിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ഈ കൽപ്പനും ഉൽക്കലനും സന്യസിച്ച് പോയതുകൊണ്ട് ഭ്രമിയുടെ പുത്രനായിട്ടുള്ള വത്സരന് രാജ്യമൊക്കെ നടത്തി 36,000 വർഷം കഴിഞ്ഞപ്പോൾ പരമവിരക്തനായിട്ട് ബദരിയിലേക്ക് എത്തി. അളകനന്ദയിൽ സ്നാനം ചെയ്ത് ഈ ഭഗവാന്റെ ഓർമ്മ ഒഴിച്ച് ബാക്കി ഒക്കെ വിട്ടു. അങ്ങനെയാണ്. അങ്ങനെ ഭഗവാനെ വേണ്ട രീതിയിലാണ്ട് ഓർക്കാൻ പറ്റുന്നില്ല, ഭരണത്തിൻ്റെ ആ ഒരു കാരണം കൊണ്ടേ. അപ്പോഴാണ് വിഷ്ണു പാർഷദന്മാർ അവിടെ വന്നു. സുനന്ദനന്ദന്മാർ വിമാനം കൊണ്ടുവരികയാണ്. ഇവിടെ പോകാറായി, അതുകൊണ്ടാണ്. അപ്പോൾ വിഷ്ണു പാർഷദന്മാരെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമസ്കരിച്ചു. രാജാവേ, അങ്ങക്ക് നന്മ വരട്ടെ, കുട്ടിക്കാലത്ത് ഭഗവാനെ കണ്ടതല്ലേ, അന്ന് തന്നെ ഭഗവാൻ അങ്ങയെ അനുഗ്രഹിച്ചിട്ടുണ്ട് ധ്രുവപദത്തിലേക്ക് എത്താനായിട്ട്. ആ ഭഗവാന്റെ പാർഷദന്മാരാണ് സുനന്ദനന്ദന്മാരായിട്ടുള്ള ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരമൊക്കെ തീർന്നിറക്കണു. ഈ സൂര്യേന്ദ്രന്മാർ, സപ്തഋഷികൾ, അഷ്ടദിക്പാലകന്മാർ എല്ലാവരും ഈ ധ്രുവനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇനി ഇതാ ഞങ്ങളിത് അപ്പം തന്നെ കാണുന്നു, അവിടേക്ക് പോകാം നമുക്ക് എന്നെല്ലാം പറഞ്ഞു. വിമാനത്തിൽ കയറണേ എന്ന് പറഞ്ഞു. അപ്പോൾ ധ്രുവന് സന്തോഷമായി. ഗംഗയിലൊക്കെ കുളിച്ചു. അളകനന്ദ അവിടെയാണ് കുളിച്ച് സന്ധ്യാവന്തനാദികളൊക്കെ ചെയ്ത് മുനിമാരെയൊക്കെ നമസ്കരിച്ച് ദാനം ചെയ്ത് നരനാരായണന്മാരെ സ്മരിച്ചു. ബദരിയിലാണ്. അപ്പോൾ അവിടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയതിൻ്റെ ശേഷം യാത്രയാവാൻ പോകുമ്പോൾ വിമാനത്തിലാണ് കയറാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് യമധർമ്മ രാജാവ് അവിടെ വന്നു. അങ്ങ് ഇങ്ങനെ പോകരുത്, എൻ്റെ ശിരസിലൊന്ന് ചവിട്ടിയിട്ട് അങ്ങോട്ട് പോയിക്കോളൂ. കാരണം ഈ എൻ്റെ അനുവാദം ഇല്ലാതെ കൊണ്ട് ഈ ഭൂമി വിട്ട് പോകാൻ പാടില്ല എന്നാണ് ഭഗവാന്റെ ഒരു ആജ്ഞ. അങ്ങയ്ക്കത് ബാധകമല്ല എങ്കിലും എനിക്ക് അതൊരു വിഷമാവും. അതുകൊണ്ട് എൻ്റെ ശിരസിൽ ചവിട്ടിയിട്ട് വിമാനത്തിൽ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ നല്ലോണം മനസ്സിലാക്കി അന്തകനെ ധർമ്മരാജാവിനെ നമസ്കരിച്ചു. അങ്ങനെ വിമാനത്തിൽ കയറുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് പുഷ്പവൃഷ്ടിയും കാര്യങ്ങളൊക്കെ നടത്തി ആ വിമാനം അങ്ങോട്ട് ലേശം അങ്ങോട്ട് പുറപ്പെട്ട് പോയി എന്നാണ്. അപ്പോൾ അമ്മ ഓർമ്മ വന്നു. എൻ്റെ അമ്മ എവിടെയേ ചോദിച്ചു. സുനന്ദനന്ദന്മാർ പറഞ്ഞു, അതേ ഒട്ടും പേടിക്കേണ്ട, അമ്മ ഇതാ മുന്നത്തെ വിമാനത്തിൽ പോണു. അപ്പോൾ ധ്രുവൻ കണ്ടില്ല, കാണിച്ചു കൊടുത്തപ്പോൾ കണ്ടു. അമ്മയും കണ്ടു, വിമാനത്തിനെയും കണ്ടു. അപ്പോൾ സുനീതിക്കും സന്തോഷമായി, ധ്രുവനും സന്തോഷമായി. ദേവന്മാരെ എല്ലാവരും ഇതേപോലെ കീർത്തിക്കപ്പെട്ടുകൊണ്ട് ധ്രുവൻ ധ്രുവപദത്തിലെത്തി. ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള അർഹത കിട്ടിയപ്പോഴാണ് ധ്രുവപദത്തിലെത്തിയത്. ജ്യോതിശക്രം നിയന്ത്രിച്ചുകൊണ്ട് തിരിഞ്ഞുകൊണ്ടേയിരിക്കണു. അത് ധ്രുവൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നാരദനാണ്. നാരദൻ അത് എല്ലാ ദിക്കിലും ഒരേപോലെ പറഞ്ഞു. പ്രജേതസ്സുകൾക്ക് ഈ കഥ നന്നായിട്ട് വിസ്തരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഭക്തി വേണ്ടത്. വേദം കൊണ്ടൊന്നും ധ്രുവപദം കിട്ടില്ല, സമർപ്പണം കൊണ്ടാണ് ഭഗവാനെ കിട്ടുക. അപ്പോൾ പുണ്യം എങ്ങനെയാണ് കിട്ടുക? ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. ത്രികരണങ്ങളെ കൊണ്ട് ഭഗവാന് സമർപ്പിക്കുകയാണ് വേണ്ടത്. പഞ്ചാംഗ നമസ്കാരം സ്ത്രീകൾക്കും, അഷ്ടാംഗ നമസ്കാരം പുരുഷന്മാർക്കും ആത്മനിവേദനം എന്ന രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്. വെറും 5 വയസ്സിൽ 6 മാസം കൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഒരൊറ്റ മന്ത്രം ജപിച്ചുകൊണ്ട്
ആ ധ്രുവൻ ഇങ്ങനെ മുക്തി നേടിയില്ലേ, വേറെ ആർക്കാ അതൊക്കെ സാധിക്കുക എന്നെല്ലാം നാരദ മഹർഷി ഇതിനെ പുകഴ്ത്തി പറയുകയും ചെയ്തു. ഈ കഥ ആരാണോ പറയുന്നത് അവർക്ക് എല്ലാവിധ സുഖവും കീർത്തി, ആയുസ്, മനഃശുദ്ധി, ഇതേപോലെ ഭക്തി ഇതൊക്കെ കിട്ടും. സുഖങ്ങളൊക്കെ കിട്ടും. എല്ലാവരാലും ബഹുമാനിക്കപ്പെടും. ബ്രാഹ്മണരെ കേൾപ്പിക്കുകയാണ് വേണ്ടത്. കഥ പറഞ്ഞാൽ ദേവന്മാരൊക്കെ പ്രസാദിക്കും. ഇങ്ങനെ കളിക്കോപ്പ് കുട്ടിക്കാലത്ത് ഉപേക്ഷിച്ചതായിട്ടുള്ള ഭക്തൻ്റെ കഥ എല്ലാ ഭോഗങ്ങളെയും ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട്, പ്രചോദനമായിട്ട് നമുക്ക് സംഭവിക്കുമെന്നെല്ലാം അതിൻ്റെ ഫലശ്രുതി പറഞ്ഞു. ഇനി പ്രചേതസ്സുകൾക്ക് നാരദൻ ഈ കഥ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആരാ പ്രചേതസ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള കഥയാണ്. അപ്പോൾ അതിന് വിസ്തരിച്ച് ഈ പൃഥുചരിതമാണ് പറയാൻ തുടങ്ങുന്നത്. അത് നമുക്ക് അടുത്ത ഇതിൽ കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.